ഗേൾസിന്റെ ഭാഗത്തു നിന്ന് ഗലാത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9. ആദ്യം മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 16. ശബ്ദത്തിൽ വായിക്കണേ. ഒരാൾ ഇനി ഗേൾസിന്റെ ഭാഗത്തു നിന്ന് ഈ രണ്ട് വാക്യത്തിലും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, ലൈറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലൈറ്റിനെ കുറിച്ചും നല്ലത് ചെയ്യുന്നതിൽ തളർന്നു പോകാതിരിക്കുന്നതിനെ കുറിച്ചാണ്. ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലൈറ്റ് കൊണ്ട് എന്താ ചെയ്യുന്നത്? ലൈറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ നടക്കും? കാണാൻ പറ്റും. പിന്നെ ഞാൻ പറയാം, ലൈറ്റ് ഉണ്ടെങ്കിൽ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യും അല്ലേ? ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വഴി കാണാൻ പറ്റും. ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തോന്നും. ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പ് വരും അല്ലെ? നിങ്ങളെല്ലാം ഒരു ഡാർക്ക് റൂമിലിട്ടാൽ എല്ലാവർക്കും പേടിയാവത്തില്ലേ? അതേസമയം ഒരു ലൈറ്റ് ഉള്ള റൂമിലിട്ടാലോ പേടിയുണ്ടാവോ? ഇല്ല. ഈ ലോകത്തിൽ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ട് ഇല്ലേ? ലോകത്തിലെ ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാ? കോപം, കള്ളം പറയൽ, അടിയും പിടിയും, ജലസി, സാഡ്നെസ്, ഇതൊക്കെ ലോകത്തിലെ ഒരു ഡാർക്ക്നെസ് ആണ് അല്ലെ? യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിലെ വെളിച്ചം ആകണം. നമ്മൾ ഓരോരുത്തരും ലോകത്തിലേക്ക് ഒരു വെളിച്ചമാകണം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരിടത്ത് വെച്ച് നമുക്കൊരു ബാഡ്നെസ് ഉണ്ടായാൽ നമ്മൾ അവിടെ ഗുഡ്നെസ് നിറയ്ക്കണം. ഒരിടത്ത് നമ്മൾ ഒരാളോട് സംസാരിച്ചു, അയാൾ നമ്മളും ഒരു ഇച്ചിരി ഹെയ്റ്റ് ക്രിയേറ്റ് ആയി. ആ സമയത്ത് നമ്മൾ ഹെയ്റ്റിന് പകരം അവിടെ നമ്മൾ സ്നേഹം കൊണ്ട്, ലവ് കൊണ്ട് നിറയ്ക്കണം. ഒരിടത്ത് നമ്മൾക്ക് ഇപ്പോ ഒരു ലൈസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ട്രൂത്ത് കൊണ്ട് നിറയ്ക്കണം. ഇതാണ് ലോകത്തില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെളിച്ചം പകരാൻ പറ്റുന്ന കാര്യങ്ങൾ. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 16 പറയുന്നത് ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള നല്ലത് ഹൈഡ് ചെയ്യരുത്. നിങ്ങളുള്ള കൈൻഡ്നെസ് അത് മറ്റുള്ളവർക്കും കൂടെ പകരണം, അല്ലാതെ നിങ്ങളിൽ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അമ്മേ, യേശു പറഞ്ഞില്ല ചർച്ചിൽ മാത്രം നിങ്ങൾ കൈൻഡ്നെസ് കാണിക്കാൻ. അങ്ങനെയല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾ എവിടൊക്കെ ഉണ്ടോ എല്ലാ സ്ഥലത്തും ലൈറ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാ സ്ഥലത്തും ലൈറ്റ്, നമ്മൾ പ്രകാശം പകരുന്നവരായിട്ടിരിക്കണം. അതായത് വീട്ടിലായാലും, സ്കൂളിലായാലും, പ്ലേ ഗ്രൗണ്ടിലായാലും, ബസ്സിലായാലും, ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും, അഥവാ ഓൺലൈനിൽ പോലും നമ്മൾ എന്തായിരിക്കണം? ഒരു പ്രകാശം പകരുന്ന വ്യക്തിനെ പോലെ ആയിരിക്കണം. നമുക്ക് എങ്ങനെയൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റുന്നറിയോ? അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ മുമ്പിൽ പ്രകാശം വരുത്താൻ പറ്റുന്നറിയോ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, സോഫ്റ്റായി സംസാരിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, പേരൻസിനെ ഒക്കെ ഒബേ ചെയ്യുമ്പോൾ, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്താൽ അതിന് സോറി പറയുമ്പോൾ, മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മളിലുള്ള ഒരു ഗുഡ് കൈൻഡ്നെസ് എല്ലാം ഷോ ചെയ്യുന്ന ഒരു ലൈറ്റ് ആണ്. ഇത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രകാശമായി തരും. അവർ നമ്മളെ കണ്ട് ഇൻസ്പയർ ആവും അല്ലെ? നമുക്ക് ഒരു വ്യക്തിനെ ഹെൽപ്പ് ചെയ്തു. ഒരു വ്യക്തിനെ ഹെൽപ്പ് ചെയ്തതിനു ശേഷം പുള്ളി നമുക്ക് താങ്ക് യു പറഞ്ഞില്ല, നമ്മൾ പിന്നെ ആ ഹെൽപ്പ് ചെയ്യാതിരിക്കുവോ? ഇല്ല. നമ്മൾ പിന്നീടും അയാൾ താങ്ക് യു പറഞ്ഞാലും കുഴപ്പമില്ല. ഇയാൾ കണ്ടില്ലെങ്കിലും നമ്മുടെ ദൈവം കാണുന്നുണ്ട് നമ്മൾ അല്ലെ? നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്. വലിയ വലിയ മിറക്കിൾ വേണ്ട, വലിയ മിറക്കിൾ വേണ്ടി വരത്തില്ല ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കാൻ. ചെറിയ ഓരോരോ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു ട്രസ്റ്റ് പകരുക, മറ്റുള്ളവരുടെ ട്രൂത്ത് പറയുക, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ലോകത്തിൽ പ്രകാശം വരുത്താൻ. ഒരു ചെറിയൊരു കഥ പറയാൻ, ഒരിടത്തൊരു ചെറുക്കനുണ്ടായി, ചെറിയ ചെറുക്കൻ, ഹെസ്രോൻ എന്നായിരുന്നു ആ ചെറുക്കന്റെ പേര്. ഓക്കെ, അപ്പൊ അവൻ ഒരു ചെറിയ വില്ലേജിൽ 10 to 12 ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു ചെറിയ വില്ലേജിൽ താമസിക്കുമായിരുന്നു. അപ്പൊ എന്താ പറ്റിയേ? പെട്ടെന്ന് അവിടുത്തെ ഇലക്ട്രിസിറ്റി പോയി. അപ്പൊ കറണ്ട് പോയപ്പോൾ ഹെസ്രോന്റെ മനസ്സിൽ തോന്നി ഒരു കാൻഡിൽ കത്തിക്കാൻ പറ്റും. ഹെസ്രോൻ എന്ത് ചെയ്തു? ആ കാൻഡിൽ കത്തിച്ചു. അപ്പൊ അവന്റെ വീട്ടിൽ പ്രകാശം വന്നില്ലേ? വന്നോ ഇല്ലയോ? വന്നു. ആ കാൻഡിൽ എന്ത് ചെയ്തു? അവൻ അടുത്ത വീട്ടിൽ ചെന്ന് ഒരു വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ അവിടെ 2 വീട്ടിൽ വെളിച്ചം വന്നില്ലേ? വന്നോ ഇല്ലയോ? ഉത്തരം പറ, യെസ് ഓർ നോ? അങ്ങനെ
ഈ വ്യക്തി അടുത്ത ആൾ, അടുത്ത വ്യക്തി അടുത്ത ആൾ, അങ്ങനെ കൊടുത്ത് ഈ 12 വീട്ടിലും വെളിച്ചം വന്നു. ആമേൻ. See, ഇതുപോലെ ഈ ചെറിയൊരു കാര്യം ഹെസ്രോൻ ചെയ്ത ഒരു ചെറിയ കാര്യമാണ് ആ വില്ലേജിൽ മൊത്തം ഒരു ലൈറ്റായി തീർന്നത്. ആമേൻ. ഇതേപോലെ ഒരു ചെറിയ താങ്ക് യു, ഒരു ചെറിയ സോറി, ഒരു ചെറിയ ഹെൽപ്പ്, ഒരു ചെറിയ പ്രേയർ, ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതൊരു വലിയ കാര്യമാണ്. ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ആ വില്ലേജിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെങ്കിൽ, ഹെസ്രോൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ എല്ലാവരും വിഷമത്തിലായേനെ, അല്ലേ? യെസോനോ? ഹെസ്രോൻ ആ ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ ആ വില്ലേജ് മൊത്തം പ്രകാശിക്കാൻ തീർന്നു, അല്ലേ? ഇതേപോലെ ഗലാത്യൻസ് 6:9 അതില് let us not become weary in doing good. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ എപ്പോഴും, അതിനർത്ഥം നമ്മളിപ്പോ ഒരു കൈൻഡ്നസ് ചെയ്തു, ഓക്കെ, ഒരാൾ നമ്മളോട് താങ്ക് യു പറഞ്ഞില്ല, ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ ഇയാൾ ഹെൽപ്പ് ചെയ്തു, അയാൾ താങ്ക് യു പറഞ്ഞില്ല, അടുത്ത ആളെ പോയി ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്താൻ പാടില്ല. നമ്മളിലുള്ള നല്ലത് നമ്മൾ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് നല്ലത് ചെയ്യാൻ, പക്ഷെ നമ്മൾ ചില സമയത്ത് നല്ലത് ചെയ്യും, പക്ഷെ പലരും അത് നോട്ടീസ് ചെയ്യത്തില്ല. ചിലപ്പോ നമ്മൾ ചിലവരെ നല്ലോണം ലവ് ചെയ്യും, ചിലവരെ നല്ലോണം ട്രസ്റ്റ് ചെയ്യും, പക്ഷെ അവര് ചിലപ്പോ നമ്മളെ തിരിച്ച് ഹേർട്ട് ചെയ്യുമായിരിക്കും. അതൊന്നും നമ്മൾ കാര്യമായി വെക്കരുത്. നമ്മളിലുള്ളത് നമ്മൾ മറ്റുള്ളവരെ പ്രകാശിക്കണം. അതിൽ കൂടി ദൈവത്തിനെ പറ്റി അവർ അറിയണം. അതായത് ഇവനെ കണ്ടോ, ഇവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഇപ്പൊ കുറെ ടെംപ്ടേഷൻസ് നമുക്ക് വരും, അല്ലെ? നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോ കുറെ ടെംപ്ടേഷൻസ് വരത്തില്ലേ? യെസോനോ? അതേപോലെ നമ്മളെ ടെംപ്ടേഷൻസ് ഒന്നും പെടാതെ മാറിക്കോണെ എല്ലാരും എന്തോ പറയുന്നേ, എല്ലാരും എന്തോ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടെംപ്ടേഷൻ വന്നു, അപ്പോ നമ്മൾ അതിൽ പെടാതെ നമ്മൾ മാറിയിരുന്നു. അപ്പൊ എല്ലാരും പറയുന്നത് എന്താ? നമ്മൾ ദൈവത്തിന്റെ മക്കളായോണ്ട്, അല്ലേ? അപ്പൊ അവിടെ 6 പേരാ വലുതാവുന്നേ. ആമേൻ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ നാം വലുതാക്കുന്നു, അല്ലെ? നമ്മൾ വിചാരിക്കും ചെറിയ കാര്യം, ഓക്കെ അന്ന് ഓക്കെ ഇത് ഒറ്റ തവണ ഇല്ല അതങ്ങ് ചെയ്തേക്കാം, അങ്ങനെ വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ? ഇവൻ അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ പേരിന് മാത്രം ബന്ധപ്പെട്ട, അല്ലേ? അങ്ങനെയാണോ? അല്ല. നമ്മള് എപ്പോഴും നമ്മുടെ ടെംപ്ടേഷൻസ് എല്ലാം പിടിച്ചു നിന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ പേര് അവിടെ വലുതാക്കണം. ഈ വാക്യത്തിനെ പറ്റി ഒരു ചെറിയൊരു ഇത് പറയാം. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാതെ ഇരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഞാൻ പറയാം, ഇപ്പൊ മെൽവിൻ ചേട്ടൻ അലന് ഒരു പെൻസിൽ കൊടുത്തു, എക്സാമിന് സമയത്ത് ഒരു പെൻസിൽ കൊടുത്തു. അപ്പോ പെൻസിൽ കൊടുത്തു, അലൻ ചേട്ടൻ്റെ ഈ പെൻസിൽ ഇല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മെൽവിൻ ചേട്ടൻ ഒരു ചെറിയ പെൻസിൽ കൊടുത്തപ്പോൾ അവിടെ അലൻ ചേട്ടൻ നല്ലോണം എക്സാം എഴുതാൻ പറ്റി, അല്ലേ? ഇതേപോലെ മെൽവിൻ ചേട്ടൻ പോലും അറിയാതെ ഒരു ചെറിയ വലിയ ഹെൽപ്പാണ് അലൻ ചേട്ടന് പറ്റിയത്. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരു ദിവസം ആരോൺ എന്ന് പറഞ്ഞൊരു ചെറുക്കൻ ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്ത് അവന്റെ സ്കൂൾ ബസ്സിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ ആരോൺ ഇങ്ങനെ ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്ത് ബസ്സിൽ ഇരുന്നപ്പോൾ ഗിഫ്റ്റി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു, ഓക്കെ? അപ്പോ ആ ഗിഫ്റ്റ് ചേച്ചി എന്ത് ചെയ്തു? ഇവനെ ആരോണെ കണ്ടപ്പോൾ ഇങ്ങനെ ലോൺലിനെസ് ഫീൽ ചെയ്ത് നിന്നപ്പോൾ അപ്പോ ഗിഫ്റ്റ് ചേച്ചിയുടെ മനസ്സിൽ തോന്നി, അന്ന് ഓക്കെ ഒന്ന് പോയി സംസാരിച്ചേക്കാം, അവന്റെ ലോൺലിനെസ് ഒന്ന് മാറ്റാം. അതായത് ഗിഫ്റ്റ് ചേച്ചിക്ക് ഒരു കാര്യമില്ല പോയി സംസാരിക്കണ്ടേ, വേണമെങ്കിൽ സംസാരിക്കാതിരുന്ന് നേരെ സ്കൂളിൽ ബസ് ഇറങ്ങി സ്കൂളിൽ പോവാം, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാം. പക്ഷെ ഈ ആരോൺ ചേട്ടൻ അവിടെ ലോൺലിനെസ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നപ്പോൾ ചേച്ചി പോയി പറഞ്ഞു, ഹായ് നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ആരോൺ ചേട്ടൻ എന്തോ പറയുന്നേ? യെസ്, മൈ നെയിം ഇസ് ആരോൺ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേച്ചി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, എന്റെ പേര് ഗിഫ്റ്റി. അങ്ങനെ പറഞ്ഞു രണ്ടുപേരും ഫ്രണ്ട്സ് ആയി. ഇവിടെ എന്താ നടക്കുന്നത്? ഇവർ രണ്ടും ഫ്രണ്ട്സ് ആയി. ഈ ലോൺലിനെസ് ഫീൽ ചെയ്ത ചേട്ടൻ ലാസ്റ്റ് ഇവർ രണ്ടും ഫ്രണ്ട്സ് ആയപ്പോ ആ ചേട്ടന്റെ ലോൺലിനെസ് എല്ലാം മാറിയില്ലേ, ഇല്ലേ? ഇതേപോലെ ഈ ഗിഫ്റ്റി ചേച്ചി ചെയ്ത ഒരു ചെറിയ കാര്യം മതി ഈ ആരോൺ ചേട്ടന് പറ്റിയ വലിയ കാര്യങ്ങളിലോട്ട് നയിക്കാൻ. ആരോൺ ചേട്ടന് ഇപ്പൊ നല്ല സമാധാനമുണ്ട്, ലോൺലിനെസ് ഫീൽ ചെയ്യുന്നില്ല, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. എങ്ങനെ? ഈ ഗിഫ്റ്റി ചേച്ചി ചോദിച്ച ഒരു ഒറ്റ വാക്കും കൊണ്ട്, അല്ലെ? ഇതേപോലെ നമ്മളും ഒരു ചെറിയ കാൻഡിൽ പോലെ ഈ ലോകത്ത് ഷൈൻ ചെയ്ത് നിൽക്കണം. നമുക്ക് എങ്ങനെയൊക്കെ ഷൈൻ ചെയ്ത് നിൽക്കാന്നറിയോ? അതായത് ഇപ്പൊ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു കാൻഡിലായി തീരാന്നറിയാവോ? നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹോംവർക്ക് നന്നായി ചെയ്യുമ്പോൾ, വലിയവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വീട്ടിലൊരു കാൻഡിലായി തീരും, അല്ലെ? വീട്ടിൽ നമ്മൾ നന്മ സ്പ്രെഡ് ചെയ്യുമോ? സ്കൂളിലായിരിക്കുമ്പോ എങ്ങനെയാണെന്നറിയോ?
നമ്മൾക്കുള്ളത് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുള്ളി ചെയ്യാതിരിക്കുമ്പോൾ, വീക്കായുള്ള സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്ത് അവരെ മോക്ക് ചെയ്യാതെ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരു മാതൃകയാവും അല്ലെ? അവിടെ ആരുടെ പേരാ വലുതാവുന്നേ? നമ്മുടെ പേര് ദൈവത്തിന്റെ പേര് ഒരേ സമയം വലുതാവുന്നുണ്ട് അല്ലെ? നമ്മൾ നല്ല കുട്ടിയായിട്ട് ദൈവത്തിന്റെ എല്ലാ ചട്ടങ്ങളും എല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ അവര് ആദ്യം എന്ത് ശ്രദ്ധിക്കുന്നേ? നമ്മൾ ക്രിസ്ത്യൻസ് ആയത് അല്ലെ? അതേപോലെ ദൈവത്തിന്റെ പേര്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുമ്പോൾ എങ്ങനെ നിൽക്കണ്ടേന്ന് അറിയോ? ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അടിക്കും പിടിക്കും പോകാതെ, നമ്മൾ ഈ ഗോസിപ്സ് ഒന്നും പറയാതെ, ഈ കള്ളങ്ങൾ പറയാതെ, ഈ ഫ്രണ്ട്സിനെയൊക്കെ ഈ വീക്കായിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് അവർക്കുള്ള ചെറിയ ടാലൻസ് അത് അവരെ എടുത്ത് കാണിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാൻഡിലേറ്റിലോ, ഒരു വ്യക്തിക്ക് അറിയത്തില്ല അവനുള്ള എന്താണ്, പക്ഷെ അത് മറ്റുള്ളവർ കാണിച്ച് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ചെയ്താല് എന്താ നമുക്കൊരു ക്യാൻഡിലായി തീരാൻ പറ്റും. അവന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം വരും അല്ലെ? ആമേൻ. നമ്മളിപ്പോ ഫ്രണ്ട്സിനോടും സ്കൂളിനോടും വീട്ടിലും എല്ലാം നമ്മളിങ്ങനെ ക്യാൻഡിലേറ്റുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ ഒരു ക്യാൻഡിലാവുന്നേ? ആർക്കെങ്കിലും അറിയോ? ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു ക്യാൻഡിലായി പ്രകാശിക്കാൻ പറ്റും. എങ്ങനാ അറിയോ? ശബ്ദത്തിൽ പറ. അതെ, നമ്മളിപ്പോ വേറൊരു വ്യക്തിക്ക് ഒരു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, അഥവാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ദൈവം പറയുന്ന ഓരോരോ കൽപ്പനകൾ നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, ഇതൊക്കെ ദൈവത്തിന് നല്ല പ്ലീസിംഗ് ആണ് അല്ലെ? ഇതൊക്കെ നമ്മളിലുള്ള ഒരു ലൈറ്റുകളാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നല്ലത് ചെയ്യുമ്പോൾ നമ്മളിൽ ഓരോരോ ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരും അല്ലെ? മനസ്സിലാവുണ്ടല്ലോ എല്ലാവർക്കും ഇല്ലേ? ഈ രണ്ട് വാക്യത്തിൽ കോമൺ ആയിട്ട് കിടക്കുന്ന എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ വാക്യം നമ്മൾ ഒരു ലൈറ്റായി തീരണം. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിലുള്ള ലൈറ്റ് അത് കെടാതെ സൂക്ഷിക്കണം ഇല്ലേ? ഇതിലുള്ള മോറൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് ഇതല്ല. നമ്മളിപ്പോ പറയും ഞാൻ ദൈവത്തിന്റെ മക്കളാ, ഞങ്ങൾ ബെന്തക്കോസ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ആൾക്കാരാന്ന് പറയും. പക്ഷേ നമ്മൾ അത് ജീവിതത്തിൽ അത് നമ്മൾ ആപ്ലിക്കബിൾ ആണോ എന്ന് ചിന്തിക്കണം. അതായത് ഇപ്പോ മെലിഞ്ചേട്ടൻ പറയാ, ഞാൻ ദൈവത്തിന്റെ മോന, എല്ലാ ദിവസം ബൈബിൾ വായിക്കും, ഞാൻ പിന്നെ പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ വീട്ടിൽ ചെന്നാൽ എന്താ, മെൽവിൻ ചേട്ടൻ ബൈബിൾ തൊടത്തില്ല അല്ലെ? അങ്ങനല്ലേ? ആണോ? അതെ, മെൽവിൻ ചേട്ടൻ അതേന്ന് പറയും. ഇതേപോലെ നമ്മൾ പറയുന്നതിനല്ല, നമ്മൾ ജീവിച്ച് കാണിക്കണം. അങ്ങനെ നമ്മൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മളൊരു ക്യാൻഡിലായി തീരും മറ്റുള്ളവരുടെ മുമ്പിൽ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നല്ലത് ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അതായത് നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഒരു അമ്മച്ചീനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഈ അമ്മച്ചി എന്ത് ചെയ്തു? അമ്മച്ചി താങ്ക് യു പറയാതെ അങ്ങ് പോയി. അപ്പൊ നമ്മൾ ഇച്ചിരി ഡീമോട്ടിവേറ്റഡ് ആയില്ലേ? ആയോ ഇല്ലയോ? പക്ഷെ അതേസമയം പിന്നെയും വേറൊരു അമ്മച്ചീനെ അവിടെ കണ്ടു. നമ്മളത് പിന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കും? ആ അമ്മച്ചി എന്നോട് താങ്ക് യു പറഞ്ഞില്ല, എന്നാ പിന്നെ ഞാൻ ഈ അമ്മച്ചീനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയോ? ഇല്ല, നമ്മൾ ഈ അമ്മച്ചീനെ പോയി ഹെൽപ്പ് ചെയ്യണം. ഇത് ഈ അമ്മച്ചിമാര് കാണത്തില്ല, പക്ഷെ നമ്മുടെ ദൈവം കാണും ഇല്ലേ? ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ വലുതാണ്. അതിനെല്ലാം നമുക്ക് ദൈവം റിവാർഡ് തരും. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റിവാർഡ് ഉണ്ട് അല്ലെ? ഇതേപോലെയാണ് ഈ ചെറിയ ചെറിയ ഗുഡ്നസ് ആണ് നമ്മുടെ ദൈവത്തിന്റെ കണ്ണുകൾ വലിയ വലിയ കാര്യങ്ങളാണ്. മറ്റുള്ളവരെ കണ്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ദൈവം അത് കണ്ടാൽ മതി അല്ലെ? ദൈവം കാണുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നമുക്ക് ക്യാൻഡിലായിട്ട് ഒരു സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്? മനസ്സിലായില്ലേ? നിങ്ങൾ ഡെയിലി ഒരു രാത്രി എന്ന് വെച്ചോ, ഒരു രാത്രി എല്ലാം കിടക്കുന്ന മുമ്പ് ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണം. എന്തൊക്കെയാണെന്നറിയോ? ഇന്ന് ഞാൻ ഒരു ക്യാൻഡിലായി തീർന്നോ എന്ന് ചോദിക്കണം. ഇന്ന് ഞാൻ ആരെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്തോ, ഒരു ക്യാൻഡിലായി ഷൈൻ ചെയ്തോ എന്ന് ചോദിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തോ, എത്ര പേരെ ഹെൽപ്പ് ചെയ്തോ, അങ്ങനെയെല്ലാം ചോദിക്കുക. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് ഞാൻ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിച്ചത്? കൈൻഡ് ആയിട്ടാണോ സംസാരിച്ചത്? ഹാർഷ് ആയിട്ടാണോ സംസാരിച്ചത്? എങ്ങനെ സംസാരിച്ചത്?
അങ്ങനെയൊക്കെ കേൾക്കണം അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് ഞാൻ ആരെയൊക്കെ ഫോർഗീവ് ചെയ്തു? നമ്മളോട് പലരും പല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ഭാഗത്ത് 100% കറക്റ്റ് ആയിരിക്കും. പക്ഷെ മറ്റുള്ള ഒരാൾ ഇങ്ങനെ നമ്മളെ പറ്റി തെറ്റ് പറഞ്ഞ് നമ്മളെ ഹേർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ അതിന് ഫോർഗീവ് ചെയ്യണം ഇല്ലേ? അല്ലേ? യെസ്, നമ്മൾ ഫോർഗീവ് ചെയ്യണം. ഈ 4 ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ രാത്രിയിൽ ഇതേപോലെ പ്രകാരം ജീവിച്ച് 4 ക്വസ്റ്റ്യൻ ചോദിച്ച് ഒന്ന് കിടന്നാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഇല്ലേ? നമ്മൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ട്. ഈ ലോകത്തായിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തോ ആകട്ടെ, നമ്മൾ പരമാവധി നമ്മുടെ ദൈവത്തിനെ പറ്റി പരമാവധി പറയാം. നമ്മളായിരിക്കണം ഈ ലോകത്തിലെ ക്യാൻഡിൽ എന്ന് വെച്ചാൽ നമ്മളായിരിക്കണം കൈൻഡ് ആയിട്ട് പെരുമാറേണ്ടത്, നമ്മളായിരിക്കണം ലവിങ് ആവേണ്ടത്, നമ്മളായിരിക്കണം ഹെൽപ്ഫുൾ ആവേണ്ടത് മറ്റുള്ളവർക്ക്, നമ്മളായിരിക്കണം ഏറ്റവും ഹോണസ്റ്റ് ആവുന്നത്. ഇത് കണ്ട് മറ്റുള്ളവർ നമ്മളെ പോലെ ആകണം, നമ്മളെ കണ്ട് ഇൻസ്പയർ ആവണം മറ്റുള്ളവർ അല്ലെ? ഈ 2 വേഴ്സിലും നമുക്ക് കാണുന്നത് ലെറ്റ് യു ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. അതാണ് മാത്യു ചാപ്റ്റർ 5:16 എടുത്ത് പറയേണ്ട വാക്ക്. ഗലാത്യൻസ് ചാപ്റ്റർ 6:9 പറയുന്നത് ഡു നോട്ട് ഗ്രോ tired of doing good, tired of doing good എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ തകർന്നു പോകരുത്. ഈ ലോകത്ത് നമ്മൾ എല്ലാവരും യേശുവിന്റെ ഒരു ക്യാൻഡിലായി തീരാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടേ? ഓരോ ദിവസവും നമ്മൾ അറിയാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് അല്ലേ? ആണോ? ഇന്നെല്ലാം ആരൊക്കെ ദൈവത്തിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി ഫുഡ് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞോ? ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചോ? നാളെ രാവിലെ എനിക്ക് ഒരു ഷെൽട്ടർ വേണമെന്ന് പ്രാർത്ഥിച്ചോ? നാളെ രാവിലെ എന്നെ എണ്ണിപ്പിക്കാൻ സഹായിക്കണേന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചോ? ഇതൊക്കെ ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത. നമ്മൾ പാട്ട് പാടിയില്ലേ 10,000 reasons for my heart to find എന്ന് ഇല്ലേ? നമ്മൾ അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ദൈവം നമ്മൾ ചോദിക്കാതെ തരുന്ന എത്രയോ കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇതേപോലെ നമ്മളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്ന് ഒരു ലൈറ്റായി ഒരു ഷൈൻ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ ചെറിയ ഷോർട്സ് മെസ്സേജിൽ നിന്ന് ഇരുന്നോളൂ.